വെൽക്കം ടു എജുസ്വിൻ. നമ്മൾ എജുസ്വിന്നിൻ്റെ ക്ലാസ്സുകളിൽ നമ്മൾ ഒത്തിരി ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് ഫ്രെയിമിങ്, അതുപോലെ സിമ്പിൾ ഗ്രാമർ ടെക്നിക്സ് ഇതെല്ലാം നമ്മൾ നോക്കുന്നുണ്ടല്ലേ. ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യേണ്ട സെൻറ്റൻസസ് എല്ലാം നമ്മളുടെ ക്ലാസ് കേട്ടാൽ മാത്രം പോരാ, ഇതുപോലത്തെ സിറ്റുവേഷൻസിൽ പ്രോപ്പറായിട്ട് ഡെയിലി യൂസ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ചുമ്മാ ഒരു ക്ലാസ് കേട്ടിട്ടോ അല്ലെങ്കിൽ കുറച്ച് ബുക്സ് വായിച്ചിട്ടോ ഗ്രാമർ പഠിച്ചിട്ടോ അല്ല ലാംഗ്വേജ് പഠിക്കേണ്ടത്. നമ്മൾ ക്ലാസ്സുകളിൽ പറയുന്ന ആക്ടിവിറ്റീസ്, നമ്മൾ ക്ലാസ്സുകളിൽ പറയുന്ന സെൻറ്റൻസ് ഫ്രെയിമിംഗ് എല്ലാം നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഇത്തരം സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളത്. അപ്പം ഇന്നത്തെ ഈ ക്ലാസ്സിൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ഫ്രെയിമിംഗ് ആണ് നോക്കാൻ പോകുന്നത്. ഹാസ് ആൻഡ് ഹാവ്, ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം, അല്ലെങ്കിൽ ഇത് എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. എൻ്റെ കയ്യിൽ ഒരു പേനയുണ്ട്, അവൻ്റെ കയ്യിൽ ബുക്കുണ്ട്, ഇങ്ങനെയുള്ള സെൻറ്റൻസസ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വളരെയധികം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അവളുടെ കയ്യിൽ അതുണ്ട്, അവൻ്റെ കയ്യിൽ അതുണ്ട്, എൻ്റെ കയ്യിൽ ഇതുണ്ട്. ഞാനൊരു കാര്യം പൊസസ് ചെയ്യുന്നു, അവൾ ഒരു കാര്യം പൊസസ് ചെയ്യുന്നു എന്ന അർത്ഥം വെക്കുന്നു ഹാസും ഹാവും. ഇനി ഈ ഹാസ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, ഹാവ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഹാസ് യൂസ് ചെയ്യേണ്ടത് ഹി, ഷീ, ഇറ്റ്, പിന്നെ മറ്റ് സിംഗുലർ ആയിട്ടുള്ള വേർഡ്സിൻ്റെ കൂടെയാണ് നമ്മൾ ഹാസ് യൂസ് ചെയ്യേണ്ടത്. ഹാവ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, ഐ, യു, വി, ദേ, മറ്റ് പ്ലൂറൽ ആയിട്ടുള്ള ഫോംസിൻ്റെ കൂടെയാണ് ഹാവ് യൂസ് ചെയ്യേണ്ടത്. നമുക്കിനി ഓരോ സെൻറ്റൻസ് ആയിട്ട് നോക്കാം. ഹാസ് യൂസ് ചെയ്യും. അവൾക്ക് ഒരു പട്ടിയുണ്ട്. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? അവൾക്ക് ഉണ്ട്, അതാദ്യം നമ്മൾ പറയണം. ഷീ ഹാസ് ആണോ ഹാവ് ആണോ? ഹാസ് ആണ്. ഷീ ഹാസ് ഒരു പട്ടി. എ ഡോഗ്, ഷീ ഹാസ് എ ഡോഗ്. സിമ്പിൾ അല്ലേ. അവൻ്റെ കയ്യിൽ ഒരു പേനയുണ്ട്. അവൻ്റെ കയ്യിൽ ഒരു പേനയുണ്ട്, അതെങ്ങനെ പറയും? ഹീ ഹാസ് ആണോ ഹാവ് ആണോ? ഹീൻ്റെ കൂടെ ഹാസ് ആണ്. ഹീ ഹാസ് എ പെൻ. ഇനി നമുക്കൊരു പേരായിട്ട് പറയുകയാണെങ്കിൽ, രാഹുലിൻ്റെ കയ്യിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. രാഹുലിൻ്റെ കയ്യിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. രാഹുൽ എന്ന് പറയുന്നത് ഏകവചനമാണല്ലേ, അപ്പം നമുക്ക് ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. രാഹുൽ ഹാസ് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. മെനി ബുക്സ്, രാഹുൽ ഹാസ് മെനി ബുക്സ്. രാഹുൽ ഹാസ് മെനി ബുക്സ്. ഇനി ഹാവ് നോക്കാം. ഹാവ് എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത്? ഐ, യു, വി, ദേ, മറ്റ് പ്ലൂറൽ ഫോംസിൻ്റെ കൂടെയാണ് ഹാവ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ മൈക്കുണ്ട്. എൻ്റെ കയ്യിൽ മൈക്കുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? I have a mic. I have a mic. എനിക്ക് കമ്മലുണ്ട്. എനിക്ക് കമ്മലുണ്ട്. അതെങ്ങനെ പറയും? I have an earring. I have an earring. എൻ്റെ കയ്യിൽ ഫോണുണ്ട്. അതെങ്ങനെ പറയും? I have a phone. I have a phone. നമുക്ക് ഒരു വീടുണ്ട്. നമുക്ക് വീടുണ്ട്. അതെങ്ങനെ നമുക്ക് പറയാം? We have a home. We have a home, അല്ലെങ്കിൽ we have a house, അങ്ങനെ പറയാം. അവർക്ക് കുറേ സ്ഥലമുണ്ട്. അവർക്ക് കുറേ സ്ഥലമുണ്ട്. They have a lot of land. They have a lot of land. ഹാസും ഹാവും വളരെ എളുപ്പമാണ്. ഇത്തരം എക്സാമ്പിൾസിലൂടെ നമുക്ക് സിമ്പിളായിട്ട് ഹാസും ഹാവും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. അവൾക്ക് ഒരു പുതിയ ഡ്രസ്സുണ്ട്. അവൾക്ക് ഒരു പുതിയ ഡ്രസ്സുണ്ട്. അതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എനിക്ക് വാച്ചുണ്ട്. എനിക്ക് വാച്ചുണ്ട്. അതിന് ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അവർക്ക് വലിയ വീടുണ്ട്. അവർക്ക് വലിയ വീടുണ്ട്. ഇതും എങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്ന് കമൻറ്റ് ചെയ്യണം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പം ഞാൻ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഹാസും ഹാവും വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കി. ത്രൂ പ്രാക്ടീസ് നിങ്ങൾക്ക് ഇനിയും ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുപോലത്തെ സിമ്പിൾ ഗ്രാമറും സിമ്പിൾ ഡെയിലി യൂസേജിനുള്ള സെൻറ്റൻസും ഒക്കെ ആയിട്ട് ഇനിയും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ബൈ ബൈ.